ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ചുമ്മാ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ നിങ്ങളൊക്കെ അത് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന സ്ഥലത്ത് നമ്മൾ വൈകുന്നേര സമയത്താണ് പോയത്. അപ്പോൾ നല്ല മഞ്ഞും കോടയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. മഴയും ചെറുതായിട്ട് ചാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞതാ വീട്ടിലൊക്കെ പോയി കുറച്ച് അതിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോസാണ് ഇട്ടതൊക്കെ. വീട്ടിൻ്റെ അടുത്ത് നമ്മൾ വയലുണ്ട് കേട്ടോ. അച്ഛനമ്മയൊക്കെ കൃഷിക്കാരാണ്. അച്ഛന് കൃഷി എന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം കൃഷി കേട്ടോ. അച്ഛന് ബിൽഡിംഗ് വർക്കാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാർട്ട് ടൈമായിട്ട് കുറച്ച് വയലൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ വാഴ കൃഷിയും പച്ചക്കറി സീസൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാടത്താണ് കേട്ടോ പച്ചക്കറി സീസണിൽ പച്ചക്കറി ഫുള്ള് നടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വഴിയിൽ കണ്ടില്ലേ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ പറമ്പിൽ കൂടെ. അപ്പോൾ നമ്മളത് അവിടെ വലിയ വലിയ കുഴിയാക്കി എടുത്തിട്ട് നമ്മളതിൽ നിന്നാണ് വെയിൽ സമയത്തൊക്കെ പച്ചക്കറി നട്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ആ അരുവി ഇതങ്ങനെ നല്ല ഭംഗിയായിട്ടോ വെള്ളം കാണാനായിട്ട് അതങ്ങനെ ഒഴുകിക്കൊണ്ട് പോകണ്ടേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കവുങ്ങും വാഴയൊക്കെയാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ മഴ സീസൺ ആയതുകൊണ്ട് പച്ചക്കറിയൊന്നും നട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ സമയം കഴിയുമ്പോഴത്തേനും പച്ചക്കറിയൊക്കെ നടുമ്പോഴത്തേനും ഈ വെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ നല്ല പ്യുവർ വാട്ടറാണ് കേട്ടോ. മേലെന്ന് ഒഴുകി വരുന്ന ചോലയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പോൾ നമ്മൾ അവിടെ വരെ വണ്ടി പോവുള്ളൂ കേട്ടോ. ഫുട്പാത്തൊക്കെ ഉണ്ട്. ഫുട്പാത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് നമ്മളെ വീട്ടിൻ്റെ അടുത്തേക്ക് നടന്ന് പോകണം. ഒരു കയറ്റത്തായിട്ടാണ് നമ്മളെ വീട് കേട്ടോ. അപ്പോൾ അപ്പുകുട്ടനെയൊക്കെ കൊണ്ട് വരാനൊക്കെ ആയിട്ട് കുറച്ച് കഷ്ടമാണ്. എന്നാലും കുഴപ്പമില്ല, ഇച്ചിരി ദൂരം നടന്നാൽ മതി. പണ്ടൊക്കെ കുറേ ദൂരം നടന്നിട്ട് വേണമായിരുന്നു വരാനായിട്ട് കേട്ടോ. ഇപ്പോൾ പിന്നെ അതുവരെ ഫുട്പാത്തൊക്കെ ആയതുകൊണ്ട് കാറ് പകുതി വരെയൊക്കെ വരും. പിന്നെ അവിടുന്ന് അപ്പുകുട്ടനെ എടുത്തുകൊണ്ട് വേണം പോകാൻ. അപ്പോൾ അവിടെ നമ്മൾ സ്കൂട്ടി ആണെങ്കിൽ വീടിൻ്റെ അടുത്ത് വരെ പോവും. സ്കൂട്ടി പോകാനുള്ള വഴിയൊക്കെ അച്ഛനുണ്ട് അപ്പുറത്ത് പണി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, റെഡിയാക്കിക്കൊണ്ടിരിക്കണു. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അടുത്തൊക്കെ അമ്മത ഓരോരോ വെന്തിപ്പൂവും വേറെ കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ വീടും പരിസരമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തും കേട്ടോ. അപ്പോൾ അപ്പോൾ ആ പരിസരമൊക്കെ കാണിച്ചു തരാമെന്ന് ഓർത്തുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അമ്മക്കുട്ടിക്കാണെങ്കിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷം. അപ്പോൾ ആരായാലും അതിൽ ചാടിയിട്ടുണ്ടാവും. ഞങ്ങൾ പിന്നെ ഒരു ഇത് പറഞ്ഞിട്ട് ചാടരുത്, ജലദോഷമാണ് പനിയാണെന്നൊക്കെ പറഞ്ഞ് അവളെ മിരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. വെള്ളം ഇച്ചിരി തണുപ്പടിച്ച് കഴിഞ്ഞാൽ ജലദോഷവും ഒക്കെയാണ് അവൾക്ക്. അതുകൊണ്ട് അവിടെ വെള്ളത്തിൽ കുറച്ച് നേരം കോലൊക്കെ ഇട്ട് ഇളക്കി കളിച്ചിട്ട് പിന്നെ അപ്പൻ്റെ സ്കൂട്ടീൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിലേക്ക് കയറിപ്പോൾ ഒന്ന് സ്റ്റെപ്പ് വഴിയാണ് കേട്ടോ. അത് സ്റ്റെപ്പ് അടുത്ത് തന്നെ ഒരു കിണറുണ്ട് താഴെ, നമ്മൾ മോട്ടർ വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നിരന്ന സ്ഥലത്തല്ല വീട് കുറച്ച് കയറ്റത്തിലായിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ കൃഷികളുണ്ട് പറമ്പിലായാലും. തേയിലയാണ് മെയിനായിട്ട്. തേയില, കാപ്പി, കുരുമുളക്, അതുപോലെ തന്നെ തെങ്ങ്, കവുങ്ങ്, അങ്ങനത്തെ എല്ലാ ഇതുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ പച്ചക്കറി ആയാൽ സീസൺ ആയിക്കഴിഞ്ഞാൽ വയലിൽ പച്ചക്കറി നടും അച്ഛനും. പിന്നെ അമ്മയ്ക്ക് കുറച്ച് കോഴി കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു പൂവൻ കോഴി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ക്യാമറ കണ്ടപ്പം അവന് പോസ് തരിക കേട്ടോ. കോഴികൾ വന്ന് നോക്കുന്നത് എന്ത് സംഭവം. അപ്പോൾ അവർ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അമ്മ രാവിലെ അതിന് ഫുഡൊക്കെ എന്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് വേറെയും കുറേ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുട്ട തരുന്ന കോഴികളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ നിർത്തും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അമ്മക്കുട്ടിക്കാണെങ്കിൽ കോഴികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ അതങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഭയങ്കര ഹാപ്പിയായി. ഈ അപ്പക്കുട്ടനായാലും അതെ. അമ്മ കുറേ ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ടയറിലൊരു ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് കുറച്ച് ആമ്പലൊക്കെ വെച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ അമ്മ. അതുപോലെ തന്നെ ഈ ഇലച്ചെടികളൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ചെടിപ്രാന്താണ്. എന്നെ പോലെ തന്നെയാണ്. എവിടെ പോയിട്ടുണ്ടെങ്കിൽ ചെടി കണ്ടു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചെടി വേണം. എന്നിട്ട് എവിടുന്ന് കിട്ടിയാലും അമ്മ ചെടി കൊണ്ടുവന്ന് വെക്കും. പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ ചെടിയൊന്നും കാണാറില്ല, കുറച്ചേ കാണാറുള്ളൂ. ചേട്ടായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ചേട്ടായി രാവിലെ അവിടെ വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. വൈകുന്നേരം എന്തായാലും പോകണം. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പോകാമെന്ന് ഓർത്തു. അപ്പോൾ മണി പ്ലാന്റൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്കാണ് ഫുള്ളും ചെടിയാകുമ്പോൾ കൊണ്ടു തരില്ല. എവിടുന്ന് കിട്ടിയാലും ചെടികളെല്ലാം കൊണ്ടുവന്ന് എനിക്കിവിടെ നട്ട് വെച്ച് തരും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണാം കേട്ടോ. അത് സിറ്റ് ഔട്ട്. അത് കഴിഞ്ഞിട്ട് ഹാള് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പുക്കുട്ടനും ചേച്ചീൻ്റെ മോളുണ്ട്. ചേച്ചിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊരു ഗെറ്റ് ടുഗദർ ഉണ്ടെന്ന്. അപ്പോൾ അമ്മയും ചേച്ചീൻ്റെ മൂത്ത മോളും കൂടെ ഗെറ്റ് ടുഗദറിന് പോയി. ചെറിയ ആളും അപ്പുക്കുട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ ഭയങ്കര പാചകത്തിലൊക്കെയാണ്. അപ്പം എന്തോ പരിപാടിയിലാണ് ചേച്ചി അവിടെ. അപ്പോൾ ഒരു ഹായ് പറഞ്ഞപ്പം പോസ്. അത് കഴിഞ്ഞ് രാത്രിക്ക് അച്ഛനമ്മയ്ക്ക് വന്നിട്ട് അമ്മയ്ക്ക് ഗെറ്റ് ടുഗദർ സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ, റീയൂണിയൻ പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാട്ട് റിഹേഴ്സലാണ് ഇവിടെ അച്ഛനമ്മയും കൂടെ.
അപ്പം നല്ല പാട്ട് പാടും കേട്ടോ. നല്ല പാട്ടെന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ ഉണ്ടല്ലോ, ഒന്നും അത് അവർക്ക് പ്രകടിപ്പിക്കാനോ അതിനൊരു അവസരം, ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ അവസരങ്ങളുണ്ട്. പണ്ടൊന്നും അതിനുള്ളൊരു അവസരമൊന്നും കിട്ടിയിട്ടില്ല. ആയിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് നല്ലൊരു ഗായികയായി വന്നിട്ടുണ്ടാവും എൻ്റെ അമ്മ കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാറുണ്ട്. നല്ല പാട്ട് പാടും കേട്ടോ എൻ്റെ അമ്മ. അച്ഛനായാലും അതേ പാട്ട് പാടും നല്ലതുപോലെ. ചേച്ചീൻ്റെ ഹസ്ബൻഡ് നല്ല പാടും, മോളും അതെ. എല്ലാവരും പാട്ടുകാരൊക്കെയാണ് കേട്ടോ. നല്ല പാടൊക്കെ ചെയ്യും. അപ്പോൾ അത് അമ്മ അച്ഛനും കൂടെ റിഹേഴ്സൽ നോക്കുകയാണ്. അത് അതിനിടയ്ക്ക് രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറും കോഴിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറും കോഴിയൊക്കെ കൂടി ഞങ്ങൾ കഴിക്കുമ്പോൾ എല്ലാവരും കൂടെ താഴെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് കഴിക്കുക കേട്ടോ. അപ്പോൾ അതാ നെയ്ച്ചോറ് ഇഷ്ടമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ചോറും സാമ്പാറുണ്ട്, വറുത്തരച്ച സാമ്പാർ, ഫിഷ് ഫ്രൈ ഉണ്ട്, മീൻകറി ഇതൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി അമ്മക്കുട്ടിയാണെങ്കിൽ നേരത്തെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു ഫീലാണ് അല്ലേ. നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ എത്ര സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മളെ വീടെന്ന് പറയുമ്പോൾ കെട്ടിച്ചുവിട്ട പെണ്ണുങ്ങൾക്ക് അത് വല്ലാത്തൊരു ഫീലാട്ടോ. അത് എപ്പോഴാണ് പോവാന്ന് പറഞ്ഞിട്ട് ആ പോകുമ്പോൾ ഉള്ള ഒരു ത്രില്ലുണ്ടല്ലോ, അതൊന്നും പറയാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ എല്ലാ കാര്യങ്ങളും, അപ്പുക്കുട്ടനാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അമ്മമ്മേനെ മതി അവൻ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്നറിയോ, അമ്മമ്മ ചോറ് ഉരുട്ടിയിട്ട് വേണം അവന് കൊടുക്കണമെങ്കിൽ. ഞാൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ല. അമ്മമ്മ ചോറ് ഉരുട്ടിയിട്ട് എൻ്റെ കയ്യിൽ തരണം, എന്നിട്ട് ഞാനങ്ങനെ കൊടുക്കണം. അത് പണ്ട് തൊട്ട് അമ്മ അങ്ങനെ പഠിപ്പിച്ചൊരു ശീലമാണ്. ഇപ്പോൾ അതങ്ങനെ ഇപ്പോൾ വീട്ടിൽ അമ്മേനെ കണ്ടു കഴിഞ്ഞാൽ അവന് പിന്നെ ഫുഡ് കൊടുക്കുമ്പോൾ അമ്മ ഉണ്ടെങ്കിൽ അമ്മ തന്നെ കൊടുക്കണം. അപ്പോൾ ഇത് അമ്മയ്ക്ക് പാട്ട് പഠിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി ചേച്ചീൻ്റെ ഹസ്ബൻഡൊക്കെ ഉണ്ട് കേട്ടോ. അവരും എന്താ പാടണോ അവരാണ് ഇങ്ങനെ പഠിപ്പിച്ചൊക്കെ കൊടുക്കണേ. അപ്പോൾ കരക്കൊക്കെ ഇട്ടിട്ട് പാടാൻ എടുത്തിട്ട്, അപ്പോൾ അതിന് ഒരു ചെറിയ മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ അതൊക്കെ അതിനിടയ്ക്ക് അച്ഛനും മരുമകനും അച്ഛനും കൂടെ പാടിക്കൊണ്ടിരിക്കണം വേറൊരു പാട്ട്. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു രസമാണ് കേട്ടോ. ഇവർ സ്പീക്കറും മൈക്കൊക്കെ കൊണ്ടുവരും. ഇവരൊക്കെ പിന്നെ ഫുൾ നല്ല പോപ്പുലർ സിംഗേഴ്സാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പി എന്തെങ്കിലുമൊക്കെ പാടിയാലായി. അപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞതാണ് ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ രസമാണ്, പാട്ടും ഡാൻസൊക്കെ ആയിട്ട്. ചേച്ചീൻ്റെ മോളാണെങ്കിൽ നല്ല ഡാൻസ് ചെയ്യും, മൂത്ത ആൾ, ചെറിയ ആൾ നല്ല സിംഗറാണ്, പാട്ട് പാടും. അപ്പം അങ്ങനെ പാട്ട് കേൾക്കാനായിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമല്ല. അപ്പൂന് ഭയങ്കര കാര്യം കേട്ടോ. അപ്പോൾ ഈ പാട്ടും ഡാൻസൊക്കെ കാണുമ്പോഴും അപ്പോൾ അവന് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴൊന്നും പോകാറില്ല, വീട്ടിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അമ്മച്ചിക്കൊക്കെ വയ്യാണ്ടായതുകൊണ്ട് കുറേ കാലമായി വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും അവരും വന്നു. അപ്പോൾ വീട്ടിൽ വേറെ ആരില്ല, ഞങ്ങൾ 2 പെൺമക്കളാട്ടോ, ഞാനും ചേച്ചിയും. പിന്നെ അവർ തന്നെയല്ല, അച്ഛനമ്മയും തന്നെയല്ലേ ഉള്ളൂ അവിടെ വീട്ടിൽ. അവർ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട് കേട്ടോ എൻ്റെ അടുത്തേക്ക്. അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഇതാണ്, വന്നു കഴിഞ്ഞാൽ ഒരാളായല്ലോ. ഇവിടെ ഇപ്പോൾ ആരും ഇല്ലല്ലോ. അപ്പോൾ അപ്പുക്കുട്ടനെ നോക്കാനായിട്ടും, അപ്പുക്കുട്ടനാണെങ്കിൽ അമ്മ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. നമുക്കായാലും ഇവിടെ തന്നെയല്ലേ. അപ്പോൾ അവരും കൂടെ വന്നു കഴിയുമ്പോൾ അത് നമുക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് ഒരു എനർജിയാണ് അവർ വന്നു കഴിഞ്ഞാൽ. അവരെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരാളുണ്ടെന്നൊരു തോന്നലല്ലേ. ഇപ്പോൾ പിന്നെ എല്ലാവർക്കും ഓരോരോ ചുറ്റുപാടും കാര്യങ്ങളും എല്ലാം ആയി, എല്ലാവരും ഓരോരോ വീടുകളിൽ എല്ലാവരും ബിസിയാണ്. എന്നാലും ഉള്ള സമയങ്ങളിൽ എല്ലാവരും വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അച്ഛനും അമ്മയും സുരേഷേട്ടനും കൂടെ നല്ല പാട്ട് പാടിക്കൊണ്ടങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പാട്ടാണെങ്കിൽ ഇപ്പോൾ തീരും നോക്കിക്കൊണ്ടിരുന്നത് അവിടെ.